ഹായ് ഡിയർ വൺസ്, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഹായ് ഡിയർ വൺസ്, അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനേഷൻ. നിങ്ങൾക്കറിയാം 3 ലെവലായിട്ടാണ് ഇതിന്റെ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഒബ്ജക്റ്റീവ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് ആൻഡ് ഇന്റർവ്യൂ ഉണ്ട്. ഈ 3 പാർട്ടായിട്ടാണ് നമുക്ക് ഈ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 100 മാർക്കിന്റെ OMR ആണ്. ഡിജിറ്റൽ മെത്തേഡും കാര്യങ്ങളും ഒന്നുമല്ല. 75 മിനിറ്റ് ഉണ്ട് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ 100 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ച് 1/4 നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. PSC ക്കൊക്കെ 1/3 ആണ്. പക്ഷെ ഇതിന് 1/4 എന്ന് പറയുന്ന ഒരു രീതിക്ക് നെഗറ്റീവ് മാർക്കിങ്ങും ഉണ്ട്. അതേ ദിവസം തന്നെ നമുക്കൊരു 60 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനും കൂടി ഉണ്ട്. പിന്നീടാണ് ഇന്റർവ്യൂവിന്റെ 10 മാർക്കിന്റെ ഒരു ഇന്റർവ്യൂ കൂടെ നടക്കുക. അത് പിന്നീടാണ് കേട്ടോ. അപ്പൊ സെയിം ഡേ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ടും സംസാരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, 60 മിനിറ്റ് ഉണ്ട് നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് വേണ്ടിയിട്ട്. നമുക്ക് 60 മിനിറ്റ്സ് ഉണ്ട്. അതേപോലെ 60 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന എക്സാമിനേഷനൊക്കെ 30 മിനിറ്റും ഒക്കെ ആയിരുന്നു ചോദ്യങ്ങൾ. 30 മിനിറ്റ് ആയിരുന്നു എക്സാമിനേഷൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ പ്രാവശ്യം അതിന്റെ ഒരു രീതി ഒരു മാറ്റിയിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ സെയിം ഡേ തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനും കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമുക്ക് നമ്മൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഷോർട്ട് എസ്സേസും പ്രിസൈസ് റൈറ്റിംഗും റീഡിംഗ് കോംപ്രിഹെൻഷനുമാണ്. നമുക്ക് ഈ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷന്റെ അകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് 60 മിനിറ്റിന്റെ 60 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാകുക. അതിൽ പ്രിസൈസ് റൈറ്റിംഗ് ഉണ്ടായിരിക്കും, റീഡിംഗ് കോംപ്രിഹെൻഷൻ ഉണ്ടായിരിക്കും, ഷോർട്ട് എസ്സേസ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് 2 ഷോർട്ട് എസ്സേസ് എക്സ്പെക്ട് ചെയ്യാം. 20 മാർക്കിന്റെ വെച്ച് 2 ഷോർട്ട് എസ്സേസ് 40 മാർക്കിന്റെയും, പ്രിസൈസ് റൈറ്റിംഗ് 10 മാർക്കിന്റെയും, റീഡിംഗ് കോംപ്രിഹെൻഷൻ 10 മാർക്കിന്റെയും ഇങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതില് നമുക്ക് എങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷന് പഠിച്ചിട്ട് പോകാം? എല്ലാവർക്കും ഏറ്റവും സംശയമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് എക്സാമിനേഷന് പഠിച്ചിട്ട് പോകാൻ പറ്റും. കാരണം എന്താണ്, ഒബ്ജക്റ്റീവ് എക്സാമിനേഷന്റെ അകത്ത് ജനറൽ ഇംഗ്ലീഷ് 50 മാർക്കിന്റെ, GK ക്വസ്റ്റ്യൻസ് 40 മാർക്കിന്റെ, അതുപോലെ അതിനകത്ത് തന്നെ നമുക്ക് കൃത്യമായി നമുക്കറിയാം ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ്, IT, കറണ്ട് അഫയേഴ്സ്, അതുപോലെ 10 മാർക്കിന്റെ ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിംഗ് ആണ് വരുന്നത് നമുക്കറിയാം. അപ്പൊ എല്ലാവരും മനസ്സിലോർക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒബ്ജക്റ്റീവ് പഠിച്ചിട്ട് പോകാൻ പറ്റും, ഡിസ്ക്രിപ്റ്റീവ് ആ ഒരു സ്പോട്ടിൽ നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമാണ് എന്നാണ്. എന്നാൽ അതിൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആയിട്ട്, വലിയ കാര്യത്തിൽ പ്രിപ്പയർഡ് ആയിട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താണ്, പ്രിസൈസ് റൈറ്റിംഗ് നമുക്ക് അവിടെ അഡീഷണലി ഒന്നും ചെയ്യാനില്ല. തന്നിരിക്കുന്ന പാരഗ്രാഫിനെ 1/3 ആയിട്ട് ഷോർട്ടൺ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് നമുക്ക് ആൻസേഴ്സിലേക്ക് എത്തുക എന്നുള്ളൂ. ഇപ്പൊ റീഡിംഗ് കോംപ്രിഹെൻഷന്റെ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ നോക്കിയിട്ട് പോകാം, പ്രിസൈസ് റൈറ്റിംഗിന്റെ ഒരു മെത്തേഡ് നോക്കിയിട്ട് പോകാം. എന്നാൽ ഷോർട്ട് എസ്സേസ് നിങ്ങൾക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഈ ഷോർട്ട് എസ്സേസ് നേരത്തെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുക? എന്താണ് നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനിൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടുക? നമുക്കറിയാം ഒബ്ജക്റ്റീവിന് ഒരു ക്വസ്റ്റിന്റെ ആൻസർ കറക്റ്റ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് 1 മാർക്സ്. പക്ഷെ എങ്ങനെയാണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ഇവാലുവേറ്റ് ചെയ്യപ്പെടുക? അതനുസരിച്ച് വേണമല്ലോ നമ്മൾ എഴുതാനായിട്ട്. അതായത് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഐഡിയാസിന്റെ പ്രസന്റേഷൻ ആണ്. അതായത് ആർട്ടിക്കുലേഷൻ ഓഫ് യുവർ ഐഡിയാസ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആണ്. എസ്സേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് പോവാണ്. കാരണം കുറച്ച് കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും എസ്സേസിൽ. അപ്പൊ നമ്മുടെ മനസ്സിലുള്ള കുറച്ച് ആശയങ്ങൾ അത് ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും യുണീക്ക് ആയിട്ട് നമ്മൾ അതിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യപ്പെടുക. അതേപോലെ നമ്മുടെ ഗ്രാമർ നോളജിന്റെ ആപ്ലിക്കേഷൻ, നമുക്ക് ഈസ് വരുമ്പോഴും വാസ് എവിടെ വരുന്നതും വേറെ എവിടെ വരുന്നുള്ള കുറെ ഗ്രാമാറ്റിക്കൽ നോളജിന്റെ അറിവ് നമുക്കുണ്ട്. ഈ അറിവിന്റെ ആപ്ലിക്കേഷൻ ലെവൽ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്.
അതുപോലെ ഒരിക്കലും they are not giving much importance to the content. അവർ നമ്മുടെ കണ്ടന്റ്, അതായത് നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ മുഴുവൻ വാരി അവിടെ നിറച്ചു വെക്കുന്നതിലല്ല നമുക്ക് മാർക്ക് കിട്ടുന്നത്. ബട്ട് ഇവാലുവേറ്റിംഗ് യുവർ എബിലിറ്റി ഇൻ റൈറ്റിംഗ് ആൻഡ് പ്രസന്റിംഗ് ഐഡിയാസ് പ്രോപ്പർലി. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഐഡിയാസ്, ഈ കണ്ടന്റിനെ ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്, അതിനാണ് ഇവാലുവേഷൻ ലഭിക്കുന്നത്. That means ability in your writing is evaluated here. നിങ്ങളുടെ റൈറ്റിംഗ് എബിലിറ്റി ആണ് ഇവിടെ ചെക്ക് ചെയ്യപ്പെടുക. അതില് ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് pick the most apt and proper vocabulary. അതായത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള വൊക്കാബുലറി വേണം. വൊക്കാബുലറി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് അല്ലേ? എൻ്റെ വൊക്കാബുലറി എത്രയാണെന്ന് കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് എല്ലാവർക്കും ആക്റ്റീവ് ആൻഡ് പാസീവ് വൊക്കാബുലറി ഉണ്ട്. ആക്റ്റീവ് വൊക്കാബുലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന വൊക്കാബുലറിയാണ് ആക്റ്റീവ് വൊക്കാബുലറി. എന്നാൽ വളരെ യാദൃശികമായിട്ട് നമുക്ക് ചില സിറ്റുവേഷൻസിൽ ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്ന കുറച്ച് വൊക്കാബുലറീസ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് പാസീവ് വൊക്കാബുലറി. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരു കുഞ്ഞിൻ്റെ ഒക്കെ വൊക്കാബുലറി ആണെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമുക്ക് വലിയ ആൾക്കാരുടെ വൊക്കാബുലറി നമുക്ക് കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് എല്ലാവർക്കും നല്ലൊരു സ്ട്രെങ്തൻ, നല്ലൊരു കപ്പാസിറ്റി ഉള്ള വൊക്കാബുലറി ഉണ്ട്. അതിനെ സ്ട്രെങ്തൻ ചെയ്യുക, അത് നല്ല സ്ട്രോങ് ആയിട്ട് എടുക്കുക. അതെങ്ങനെ ഇതാക്കി വയ്ക്കാൻ പറ്റും? നല്ല റീഡിങ് ഹാബിറ്റ് കൊണ്ടുവരാം. അങ്ങനെ നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ചില ഇന്റർവ്യൂസ്, ചില സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഇന്റർവ്യൂസ് കേൾക്കുമ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് അവർ പിക്ക് ചെയ്യുന്ന വാക്കുകളിലാണ് ആ ഉത്തരത്തിന്റെ ഭംഗിയിരിക്കുന്നത്. സോ അതുപോലെ നിങ്ങളുടെ ഉത്തരം ഏറ്റവും ഭംഗിയുള്ളതാക്കാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആൻഡ് പ്രോപ്പർ വൊക്കാബുലറി പിക്ക് ചെയ്യുക. ആൻഡ് പ്രസന്റ് യുവർ ഐഡിയാസ് ബ്യൂട്ടിഫുള്ളി. ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്നത് പൂവും കായും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ വരച്ചു വെക്കുന്നതിലാണോ? അല്ല, ആശയം കൊണ്ട് ഏറ്റവും മനോഹരമാക്കി വെക്കുക. ആൻഡ് ഫോക്കസ് ഓൺ ദ വേർഡ് ലിമിറ്റ്. ഓരോ എക്സാമിനേഷന് അവർ വേർഡ് ലിമിറ്റ് പറയുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഇൻസ്ട്രക്ഷൻസിൻ്റെ അകത്ത് കൃത്യമായി അവർ വേർഡ് ലിമിറ്റ് പറയും. ഫോക്കസ് ഓൺ ഇറ്റ്. അത് ഒരുപാട് എക്സീഡ് ചെയ്ത് പോകരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം പ്രോബ്ലം വരും. കാരണം 60 മിനിറ്റേ ഉള്ളൂ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒത്തിരി വേർഡ് ലിമിറ്റ് എക്സീഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ അറിവും നിങ്ങളുടെ ആശയങ്ങളും മുഴുവൻ അവിടെ പ്രസന്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ടൈം ഇഷ്യൂസ് വരും. അതുപോലെ മാർക്കും കുറയും. ആൻഡ് ഡോണ്ട് ഗോ ഫോർ കോംപ്ലെക്സ് വേർഡ്സ്. അവിടെ നിങ്ങൾ കോംപ്ലെക്സ് വേർഡ്സ് ഉപയോഗിക്കുന്നതിലല്ല നിങ്ങളുടെ ആ ഒരു കപ്പാസിറ്റി ഇരിക്കുന്നത്. പറയുന്ന ആശയം ഏറ്റവും സിമ്പിൾ ആയിട്ട്, ഏറ്റവും ക്ലിയർ ആയിട്ട്, ആർക്കും ഒരു കൺഫ്യൂഷനും ഇല്ലാണ്ട് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുന്നതിലാണ് നിങ്ങളുടെ കപ്പാസിറ്റി ഇരിക്കുന്നത്. അതുപോലെ ഡു നോട്ട് യൂസ് കൺട്രാക്ഷൻസ്. അതായത് നമ്മൾ ഇപ്പൊ ഡു നോട്ട് എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഡോണ്ട് എന്ന് പറയാറുണ്ട്. ഹാവ് നോട്ടിന് പകരം ഹാവിൻറ്റ് പറയാറുണ്ട്. വോണ്ട്, ഷുഡൻറ്റ് ഒക്കെ പറയാറുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കൺട്രാക്ഷൻസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇത് ഈ പറയുന്ന കോംപ്രിഹെൻഷൻ സെക്ഷൻസ് ആണെങ്കിലും അതുപോലെ പ്രിസൈസ് റൈറ്റിംഗിലൊക്കെ ആണെങ്കിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഡു നോട്ട് യൂസ് കൺട്രാക്ഷൻസ്. അതുപോലെ യൂസ് ഫോർമൽ വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് കാഷ്വൽ യൂസേജ് ഓഫ് വേർഡ്സ്. നമ്മൾ കാഷ്വലി പറയുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മൾ മലയാളത്തിലാണെങ്കിൽ പോലും നമ്മൾ കാഷ്വലി സംസാരിക്കുന്ന നമ്മുടെ ഡേ ടു ഡേ സംസാരങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം നമ്മളൊരു എസ്സേ എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ അങ്ങനത്തെ കാഷ്വൽ യൂസേജ് വേർഡ്സ് ഒഴിവാക്കി ഫോർമൽ വേർഡ്സ് പിക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ യൂസ് സ്ട്രോങ് അഡ്ജക്റ്റീവ്സ്. അതായത് നമ്മൾ പറയാറുണ്ട്, ഓ ഷീ ലുക്സ് വെരി ഹാപ്പി, അതുപോലെ ഷീ ലുക്സ് വെരി പ്രിറ്റി, ഓ ഷീ സോ ടയേർഡ് എന്നൊക്കെ പറയാറുണ്ട്. അവിടെ വെരി ഹാപ്പിക്ക് പകരം നമുക്ക് ഡിലൈറ്റഡ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാം. സോ ടയേർഡിന് പകരം നമുക്ക് എക്സോസ്റ്റഡ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാം. അപ്പൊ അത് നിങ്ങളുടെ വേർഡ് ലിമിറ്റ് കൺട്രോൾ ചെയ്യാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ആശയം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസന്റേഷൻ കുറച്ചും കൂടെ യുണീക്ക് ആക്കാനും ഇങ്ങനത്തെ വൊക്കാബുലറീസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർഡ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയില്ലേ, എങ്ങനെ ക്വസ്റ്റ്യൻ അറിയാണ്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആവുന്ന? ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുക ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷന് വേണ്ടിയിട്ട്. ഗീവ് അറ്റൻഷൻ ടു ഡീറ്റെയിൽസ് ബട്ട് അവോയ്ഡ് എക്സാഗറേഷൻ ഓഫ് ഐഡിയാസ്. അതായത് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസിന് നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. പക്ഷെ ഒരുപാട് എക്സാഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഗ്യാസ് അടിക്കുക നമ്മൾ പറയില്ലേ,
കാര്യം വേണ്ട. യൂസ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ്. വിശദീകരിക്കേണ്ട പോയിന്റ്സ് നിങ്ങൾ വിശദീകരിച്ച് തന്നെ ചെയ്യണം. അത് അങ്ങനെ വിശദീകരിക്കുമ്പോഴാണ് അത് വായിക്കുന്ന ആൾക്ക് നിങ്ങൾ എഴുതിയ കാര്യം ഫീൽ ചെയ്യാനും സെൻസ് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും അങ്ങനത്തെ ഒക്കെ പറ്റുക. അപ്പോൾ വി ക്യാൻ ഒബ്സർവ് ദാറ്റ്, അതുപോലെ he expressed and he saw it എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ അത് വായിക്കുന്ന ആൾക്കാർക്കും അവരെ കാണുന്നത് പോലെയും കേൾക്കുന്നത് പോലെയും ഒക്കെ ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനത്തെ നല്ല ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാം. And arrange the ideas properly. നിങ്ങളുടെ ഐഡിയാസ് ഏറ്റവും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യുക. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാട്ടോ. How to organize ideas. നമ്മൾ ഈ ഒരു ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ പറയണുണ്ടല്ലോ, ഏറ്റവും ഭംഗിയായിട്ട്. എന്താണ് ഈ ഭംഗി എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. അതായത് നമ്മൾ ഫോക്കസ് ഓൺ വേർഡ് ലിമിറ്റ്. നമ്മൾ എന്ത് കാര്യത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വേർഡ് ലിമിറ്റ് കൂടിപ്പോയാൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും എന്ന തെറ്റിദ്ധാരണ വേണ്ട. അപ്പോൾ ഫോക്കസ് ഓൺ വേർഡ് ലിമിറ്റ്. അങ്ങനെ എഴുതുമ്പോഴും അത് കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ ആണല്ലോ. രണ്ടാമത്തത് ലോജിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ഇവന്റ്സ്. അതായത് ചില കാര്യങ്ങൾക്ക് സബ് പോയിന്റ്സിന്റെ ആവശ്യം ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ സബ് പോയിന്റ്സിനനുസരിച്ച് യുക്തിപൂർവമായിട്ട് കാര്യങ്ങളെ അറേഞ്ച് ചെയ്യാം. ദെൻ പാരഗ്രാഫി. അതായത് സബ് പോയിന്റ്സ്, എലാബറേഷൻസ്, ഇൻസ്റ്റൻസുകൾ അങ്ങനത്തെ വേണമെങ്കിൽ അത് പാരഗ്രാഫിൽ ഉൾപ്പെടുത്തുക. അതേപോലെ ബി ഫോമിന്റെ ഉപയോഗം മാക്സിമം ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈസ്, ആർ, വാസ്, വേറെ ഇങ്ങനത്തെ ബി ഫോമുകൾ മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. Then focus on chronology. എന്താണ് chronology എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയവും കാലവും അനുസരിച്ച് എഴുതുക. അതായത് ഇപ്പോൾ 1950 സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആ ഡേറ്റ് നിങ്ങൾ മെൻഷൻ ചെയ്യുവാണെങ്കിൽ 1950 കഴിഞ്ഞ് നേരെ 2000 പോയിട്ട് പിന്നെ 1980 പോയിട്ട് പിന്നെ 1960 പോയിട്ട് അങ്ങനെ ആ ഒരു ഓർഡർ ക്ലബ് ചെയ്യാണ്ടിരിക്കുക. 1950, 1960, 1980, 2000 അങ്ങനെ പോരാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഈ ഡേറ്റുകളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം മെൻഷൻ ചെയ്യുക. ഫോൾട്ടി ഡേറ്റാസ് കൊടുക്കരുത്, ഫോൾസ് ആയിട്ടുള്ള ഡേറ്റാസ് കൊടുക്കരുത്. അതേപോലെ യൂസ് ഓൺലി റെലവൻറ്റ് പോയിന്റ്സ്. അതായത് നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം കൊടുത്താൽ മതി. കാരണം നമുക്ക് അത്രയും ഒരു വേർഡ് ലിമിറ്റേ ഉള്ളൂ, അതുപോലെ തന്നെ നമുക്ക് അത്രയും ടൈമേ ഉള്ളൂ. അതുകൊണ്ട് റെലവൻറ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, ആവശ്യമുള്ള പോയിന്റ്സ് മാത്രം കൊടുക്കുക. നമുക്ക് സ്പേഷ്യൽ ഇന്റലിജൻസ്, നമുക്ക് എല്ലാവർക്കും മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉള്ളവരാണ്. അപ്പൊ സ്പേഷ്യൽ ഇന്റലിജൻസ് തന്നിരിക്കുന്ന സ്പേസ് എങ്ങനെ യുക്തിപൂർവ്വം അല്ലെങ്കിൽ ഏറ്റവും ഔചിത്യപൂർവ്വം ആ സ്പേസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളുടെ ആൻസർ എന്തായിട്ട് മാറും? യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറും. ഹൗ ടു റൈറ്റ് ഷോർട്ട് എസ്സേസ്. എങ്ങനെ നിങ്ങൾക്ക് ഷോർട്ട് എസ്സേസ് എഴുതാനായിട്ട് സാധിക്കും? അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. നമുക്ക് തന്നിരിക്കുന്ന ആ ടോപ്പിക് മനസ്സിലാക്കുക, മീൻ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ദെൻ ബ്രെയിൻ സ്റ്റോമിങ്. അതിന് വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് എടുക്കുക. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ, ഏറ്റവും സൂപ്പർ ഡൂപ്പർ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. കാരണം ആ ഇൻട്രൊഡക്ഷൻ നോക്കിയിട്ടാണ് അവർ ഇനി വായിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ വരിക. അപ്പൊ ഇൻട്രൊഡക്ഷൻ ഏറ്റവും ബെസ്റ്റ് ആക്കി മാറ്റുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ കൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. ദെൻ സെക്കൻഡ് പാരഗ്രാഫ്, അതിൻ്റെ എന്താ പറയുക കണ്ടന്റ് നമ്മൾ ബോഡി പാരഗ്രാഫ്സ് ഡെവലപ്പ് ചെയ്യുക. ബോഡി പാരഗ്രാഫ്സിന് വേണമെങ്കിൽ നമുക്ക് 3 അഡീഷണൽ പാരഗ്രാഫ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അഡീഷണൽ പാരഗ്രാഫ്സ് എത്ര എണ്ണം വേണമെന്ന് നിങ്ങൾ ഓർത്തുള്ള. പക്ഷെ മാക്സിമം ഈ ഒരു 150 വേർഡ്സ് അല്ലെങ്കിൽ 250 വേർഡ്സിന്റെ ലിമിറ്റ് ഒക്കെ തന്നിരിക്കുന്നതെങ്കിൽ മാക്സിമം ഒരു 2 to 3 പാരഗ്രാഫ് മതിയായിരിക്കും. ദെൻ കൺക്ലൂഷൻ. കൺക്ലൂഷൻ്റെ അകത്ത് പുതിയ ഐഡിയാസ് ഒന്നും തന്നെ പാടില്ല. അതായത് നിങ്ങൾ തന്നിരിക്കുന്ന കാര്യത്തിന്റെ ജസ്റ്റ് ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു സജസ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ആൻഡ് ഇറ്റ് ഷുഡ് ബി എ മാക്സിമം ഒരു പോസിറ്റീവ് എൻഡിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സും കൂടി ഉണ്ട്. അനലൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലാക്കുക. അതായത് നമ്മൾ ആ കാര്യത്തോട് എഗ്രി ചെയ്യേണ്ടതാണോ ഡിസഗ്രി ചെയ്യേണ്ടതാണോ എന്ന് കൃത്യമായി ആദ്യം മനസ്സിലാക്കുക. ആൻഡ് ഡിഫൈൻ യുവർ പ്രോപ്പർ ആർഗ്യുമെന്റ്. ഐ എഗ്രി വിത്ത് ദിസ് അല്ലെങ്കിൽ ഐ സ്ട്രോങ്ലി ഡിസഗ്രി വിത്ത് അല്ലെങ്കിൽ സ്ട്രോങ്ലി ഡിസഗ്രി വിത്ത് ഇറ്റ് എന്നുള്ള നിങ്ങളുടെ പ്രോപ്പർ ആർഗ്യുമെന്റ് ഡിഫൈൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള സബ് പോയിന്റ്സും ഇൻസ്റ്റൻസുകളും എക്സാമ്പിൾസും വെച്ച് അതിനെ ഡിഫൈൻ ചെയ്യുക. നിങ്ങൾക്ക് അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ എസ്സേയിൽ ഉൾപ്പെടുത്തണം എന്ന പ്രോപ്പർ ഔട്ട്ലൈൻ സ്കെച്ച് ചെയ്തിട്ട് എഴുതാനായിട്ട് ആരംഭിക്കുക.
ഇത് ഒരു പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് നമ്മുടെ 30 minutes ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻ എസ്സേ ഓൺ എനി വൺ ഓഫ് ദി ഫോളോയിങ് ടോപ്പിക് നോട്ട് എക്സീഡിങ് 250 words. 250 words കൂടാൻ പാടില്ല. 20 marks ഉള്ളത്. ലൈഫ് ഇസ് എ കോൺസ്റ്റന്റ് നെഗോസിയേഷൻ ഓർ the attitudinal impact on COVID pandemic on humankind. അതെ, നമുക്ക് ജനറൽ ആസ്പെക്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസും അതേപോലെ നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ റെഗുലർ ആയിട്ട് ന്യൂസ് പേപ്പർ വായിച്ച് ന്യൂസ് പേപ്പറിൽ നമ്മുടെ ഈ പറയുന്ന നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഹൈക്കോർട്ട് ലെവൽ എക്സാമിനേഷൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ ലീഗൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ ന്യൂസ് വാല്യൂവിൽ ലീഗൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടുള്ള ഇതുണ്ടെങ്കിൽ നിങ്ങൾ ആ പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഈ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെയും ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒക്കെ ആർട്ടിക്കിൾസ് വായിക്കുവാണെങ്കിൽ, എഡിറ്റോറിയൽ അത് വായിക്കുവാണെങ്കിൽ അതെല്ലാം തന്നെ അവർ സമകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും എഴുതുക. അപ്പൊ അതൊക്കെ വായിക്കുന്നതിലൂടെ കുറച്ചും കൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആകാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്താ പറയുക പ്രിപ്പയർഡ് ആയിട്ട് വിട്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാവും എന്തൊക്കെ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും വരികയെന്ന്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഡവറി കേസസ്, അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഒക്കെ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പൊ നല്ല രീതിക്ക് ഉണ്ട്. അതേപോലെ വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ട്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇഷ്യൂസ്. ഇപ്പൊ നിങ്ങൾക്കറിയാം നമുക്കിടെ ഈ ഒരു ക്ലൈമറ്റ് ഇസ് എൻറ്റയർലി ഡ്രാസ്റ്റിക് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ചേഞ്ചസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചു വെക്കുക. അതിൽ അവർ പറയുന്ന ഇൻസ്റ്റൻസുകൾ അല്ലെങ്കിൽ പറയുന്ന ഡേറ്റ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അപ്പൊ ടൂസ് അക്കാഡമിയിൽ നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എസ്സേ റൈറ്റിംഗ് ആൻസർ ഷീറ്റ് ആണിത്. അതായത് നിങ്ങൾക്കറിയാം ഈ പ്രീവിയസ് ഇയർ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്കറിയാം, അവർ ഒരു സ്പേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിലെ ആശയം ആ ഒരു സ്പേസിനകത്ത് യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് എഴുതാൻ വേണ്ടി നമ്മൾ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടാസ്ക് ഷീറ്റിലൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ടോപ്പിക് എഴുതാൻ സ്പേസ് ഉണ്ടായിരിക്കും, ഡേറ്റ് എഴുതാൻ സ്പേസ് ഉണ്ടായിരിക്കും, ആ ടാസ്ക് എത്രാമത്തെ ടാസ്ക് ആണെന്ന് മെൻഷൻ ചെയ്യാനായിട്ടുള്ള നമ്പർ ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ എഴുതി പഠിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു തന്നിരിക്കുന്ന ലിമിറ്റിനകത്ത് ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പ്രിസൈസ് റൈറ്റിംഗ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ CBSE സ്കൂൾ ആൻഡ് ICSE സിലബസ് ഒക്കെ പഠിച്ചവർക്കറിയാം. അവർക്ക് ഈ പ്രിസൈസ് റൈറ്റിങ്ങിന്റെ എസ്സേ റൈറ്റിങ്ങിന്റെ ഭാഗമായിട്ട് കുട്ടികളെയും കൊണ്ട് അവരിങ്ങനെ ബോക്സ് വരപ്പിക്കും. അതായത് ഇപ്പൊ ഒരു 100 വേർഡ്സിന്റെ ഒരു ആൻസർ ആണെങ്കിൽ അവരെയും കൊണ്ട് 100 കോളം വരപ്പിക്കും. എന്നിട്ട് ആ ആൻസർ ഈ 100 കോളത്തിനകത്ത് എഴുതാൻ പറയും. ഈസ് എന്ന് പറയുന്ന വേർഡ് ഒരു ബോക്സിനകത്ത്, എ എന്ന് പറയുന്ന വേർഡ് അടുത്ത ബോക്സിനകത്ത്, അങ്ങനെ അവരെയും കൊണ്ട് ഈ ആൻസർ ഈ ടേബിളിനകത്ത് ഫില്ല് ചെയ്യിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഓക്കെ 100 വേർഡിൽ ഇപ്പൊ ഒരു 88ാമത്തെ കോളം വരെ ഫില്ല് ചെയ്യാൻ സാധിച്ചുള്ളൂ. എന്താ അതിന്റെ അർത്ഥം എന്താണ്? ആ കുട്ടിയുടെ ആൻസർ 88 വേർഡ് ലിമിറ്റിലേക്ക് വന്നിട്ടുള്ളൂ. ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്കൂൾ ലെവൽ ഒരു പ്രാക്ടീസ് ആണ്. പക്ഷെ നമുക്ക് ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പടി താഴേക്ക് ഇറങ്ങി നമുക്ക് ഇതുപോലെ നമ്മുടെ ഒരു വേർഡ് ലിമിറ്റ് ഒക്കെ ഇതൊക്കെ ഫസ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ. ആദ്യമായി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി നോക്കി ഒന്ന് പ്രിപ്പയർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇതിലേക്ക് യൂസ്ഡ് ആവുകയാണ്. ഓക്കെ, എൻ്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ അനുസരിച്ച്, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ച് ഒരു ലൈനിൽ ഐ ക്യാൻ മെയിൻറ്റെയിൻ 6 വേർഡ്സ്. അപ്പോൾ 6 വേർഡ്സ് വെച്ച് എനിക്ക് ഒരു പേജിൽ ഇത്ര ലൈൻ എഴുതാൻ പറ്റും എന്നൊരു കോമൺ സെൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. താങ്ക് യു.